നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ ഇരിങ്ങാലക്കുട സെന്ററിന്റെ നവീകരിച്ച ഫിസിയോതെറാപ്പി ഹാളിന്റെ ഉദ്ഘാടനവും ഓണാഘോഷവും നാളെ നടക്കും. ഇരിങ്ങാലക്കുട MLA തോമസ് ഉണ്ണിയാട് ഉദ്ഘാടനം നിർവഹിക്കുന്ന പരിപാടിയിൽ ആൽഫ ചെയർമാൻ KM നൂറുദ്ദീൻ മുഖ്യാതിഥിയായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആൽഫ തൃശൂർ സെന്റർ ഓണാഘോഷം നാളെ നടക്കും. ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകിട്ട് 5 വരെ സെന്ററിൽ നടക്കുന്ന ഓണാഘോഷത്തിൽ ആൽഫയുടെ അഭ്യുദയകാംക്ഷികളും വിശിഷ്ടാതിഥികളും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഓണസദ്യയും കലാപരിപാടികളും ഉണ്ടായിരിക്കും. ആൽഫ എടത്തിരുത്തി സെന്ററിന്റെ ഓണാഘോഷ പരിപാടികൾ 22-ന് രാവിലെ 10 മണിക്ക് ആരംഭിക്കും. ആൽഫ ചെയർമാൻ KM നൂറുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. വാർഡ് മെമ്പർ സുവീഷ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം മുഖ്യാതിഥിയായിരിക്കുമെന്ന് സെന്റർ പ്രസിഡന്റ് പ്രതാപൻ, സെക്രട്ടറി അബ്ദുൾ ജബ്ബാർ, ട്രഷറർ ഇബ്രാഹിം കുട്ടി എന്നിവർ അറിയിച്ചു. തൃശൂർ ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ ആരിഷ് ക്ലബ് അംഗങ്ങൾ ആൽഫ തളിക്കുളം സെന്ററിലേക്ക് മെഡിക്കൽ സാമഗ്രികൾ സംഭാവന ചെയ്തു. അധ്യാപിക ബിന്ദുവിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ നഴ്സുമാരായ ജയശ്രീ, സന്ധ്യ എന്നിവർക്ക് ഡയപ്പറുകളും ബാത്ത് വൈപ്പുകളും കൈമാറി. കമ്മ്യൂണിറ്റി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ മേഘ്ന അനിൽകുമാർ നേതൃത്വം നൽകി. ആൽഫ കുട്ടനാട് സെന്ററിന്റെയും SAPCയുടെയും നേതൃത്വത്തിൽ ആലപ്പുഴ കുട്ടനാട് തകഴി DBHS സ്കൂളിൽ പാലിയേറ്റീവ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ ദീപ ടീച്ചർ സ്വാഗതം ആശംസിച്ചു. വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ, ആൽഫ കുട്ടനാട് സെന്റർ ഭാരവാഹി ബെറ്റി ടീച്ചർ, നിർമ്മല ടീച്ചർ, ബിനു ഐസക് എന്നിവർ ക്ലാസ് നയിച്ചു. പത്തനംതിട്ട കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ എബിൻ മാത്യൂസ, വിദ്യാർത്ഥി പ്രതിനിധികളായ ആൻ മേരി തോമസ്, ഗൗരി കൃഷ്ണ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുവനന്തപുരം പിരപ്പൻകോട് UIT കോളേജിൽ പാലിയേറ്റീവ് കെയറിനെ കുറിച്ചുള്ള നഴ്സ് ട്രെയിനിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു. NSS ഇൻചാർജ് ഷൈനിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ NSS യൂണിറ്റിലെ 47 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ആൽഫ നെടുമങ്ങാട് സെന്ററിലെ സ്റ്റാഫ് നഴ്സ് ഗോപിക പാലിയേറ്റീവ് കെയർ ഹെഡ് ടു ഫുഡ് കെയറിനെ കുറിച്ച് ക്ലാസ് നയിച്ചു. കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ ഗൗരി കൃഷ്ണ നേതൃത്വം നൽകി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.